Dear friends, welcome to my YouTube channel Haru and Tanu. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ എളുപ്പം പ്രിപ്പയർ ചെയ്തെടുക്കാവുന്ന ചാമ്പയ്ക്ക കൊണ്ടുള്ള രണ്ട് റെസിപ്പീസ് ആണ് കാണിക്കുന്നത്. ആദ്യത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചാമ്പയ്ക്ക ജാം ആണ്. ഇപ്പോൾ ചാമ്പയ്ക്ക സീസൺ ആണ്. അതുകൊണ്ട് തന്നെ ചാമ്പയ്ക്ക കൊണ്ടുള്ള കുറേ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി കുരുവൊക്കെ മാറ്റിയ ചാമ്പയ്ക്ക നമുക്ക് മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കാതെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം. ഇതാണ് ഇന്നത്തെ എൻ്റെ മെഷറിംഗ് കപ്പ്. ഈ ഒരു കപ്പിൽ ഞാൻ 1 കപ്പ് ചാമ്പയ്ക്ക പൾപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഏതൊരു മെഷറിംഗ് കപ്പ് യൂസ് ചെയ്താലും 1 കപ്പ് ചാമ്പയ്ക്ക പൾപ്പ് എടുക്കുമ്പോൾ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം, നേർ പകുതിയായിട്ട്. ചാമ്പയ്ക്ക പൾപ്പും അതുപോലെ തന്നെ പഞ്ചസാരയും ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ജാം തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. ആക്ച്വലി ജാം ഒക്കെ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഏതൊരു സീസണൽ ഫ്രൂട്ട് കൊണ്ടും ജാം ഉണ്ടാക്കാൻ സാധിക്കും. പൈനാപ്പിൾ സീസണുള്ള സമയത്ത് നമുക്ക് പൈനാപ്പിൾ കൊണ്ട് ജാം ഉണ്ടാക്കാം. അതുപോലെ തന്നെ മാംഗോസ്, ഇതുപോലെ ചാമ്പയ്ക്ക, പേരയ്ക്ക, അതൊന്നുമല്ല, എല്ലാത്തിൻ്റെയും കൂടെ ഒരുമിച്ചൊരു കോമ്പിനേഷൻ, അതായത് മിക്സഡ് ഫ്രൂട്ട് ജാമായിട്ടും ഇതേ രീതിയിൽ തന്നെ നമുക്ക് പൾപ്പ് എടുത്തിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ മിക്സിയിൽ അരച്ചെടുത്തിട്ട് ഇതുപോലെ തന്നെ നേർ പകുതി പഞ്ചസാര ചേർത്തിട്ട് ജാം തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. ജാമും പിക്കിളും സ്ക്വാഷും ഒക്കെ നമുക്ക് വീട്ടിൽ എളുപ്പം തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതിൽ നമ്മൾ പ്രിസർവേറ്റീവ്സും കളേഴ്സും ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ വളരെ ഹെൽത്തിയാണ്. ഫ്രൂട്ട്സിൻ്റെ ഗുണങ്ങളൊക്കെ തന്നെ ഒട്ടും പോകാതെ നമ്മൾ മാർക്കറ്റിൽ വാങ്ങുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് ജാം വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഇപ്പോൾ പഞ്ചസാര അലിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നന്നായിട്ട് ഇതൊന്ന് വറ്റി വരണം. അതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കണമെങ്കിൽ അതനുസരിച്ച് ഫ്രൂട്ടിൻ്റെ പൾപ്പും ഷുഗറും എടുത്താൽ മതിയാകും. ജാം തയ്യാറായിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഒരു ഡ്രോപ്പ് ജാം നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ പ്ലേറ്റ് പതുക്കെ ഒന്ന് ചെരിച്ചു കൊടുക്കണം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ജാം റെഡി ആയിട്ടില്ല, ആ ഒരു തിക്ക് കൺസിസ്റ്റൻസി വന്നിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടി വറ്റട്ടെ, അതുവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ചക്ക വരട്ടിയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ചുറ്റും ഇങ്ങനെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ചൂടോടുകൂടി നമ്മുടെ മേത്തേക്ക് തെറിക്കാൻ ചെറിയൊരു ചാൻസ് ഉണ്ട്. അതിപ്പോൾ ഏത് ജാം പ്രിപ്പയർ ചെയ്യുമ്പോഴും അങ്ങനെയാണ്. അങ്ങനെ കാണാൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വറ്റിച്ചെടുത്താൽ മതി. ജാം ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 3-4 തുള്ളി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പഞ്ചസാര ക്രിസ്റ്റലൈസ് ചെയ്യാതിരിക്കാനായിട്ടാണ് നമ്മൾ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം ജാം ഇവിടെ റെഡി ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഒരു തുള്ളി ആ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, ഞാൻ ആ പ്ലേറ്റ് ഒന്ന് ടിൽട്ട് ചെയ്യുമ്പോഴും നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ജാം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ജാം റെഡിയാണ്. ക്ലീൻ ആയിട്ടുള്ള ഒട്ടും തന്നെ മോയ്സ്ചർ ഇല്ലാത്ത ഒരു ഗ്ലാസ് ബോട്ടിലിലേക്ക് നമുക്ക് ജാം മാറ്റാം. ഇളം ചൂടോടുകൂടി തന്നെയാണ് ഞാൻ ജാം മാറ്റുന്നത്. കംപ്ലീറ്റ് ആയിട്ട് തണുക്കാൻ നിൽക്കണ്ട. ആ ഒരു ഗ്ലാസ് ബോട്ടിലിൽ ഇരുന്ന് തണുത്താൽ മതി. നമ്മളിത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളിതിൽ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല. 1 മാസം വരെയൊക്കെ കേട് കൂടാതെ ഈ ജാം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. കളേഴ്സും പ്രിസർവേറ്റീവ്സും ഒന്നും ചേർക്കാത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ അതേ നാച്ചുറൽ ടേസ്റ്റ് ഉള്ള ഈ ഒരു ജാം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാകും. നല്ലൊരു റെഡ് കളറും ഉണ്ട്. ജാം നന്നായിട്ട് തണുത്തതിന് ശേഷം ബോട്ടിൽ അടച്ച് ഞാൻ ഫ്രിഡ്ജിൻ്റെ അകത്ത് സൂക്ഷിക്കുന്നതാണ്. ചാമ്പയ്ക്ക കൊണ്ടുള്ള നമ്മുടെ രണ്ടാമത്തെ റെസിപ്പി ചാമ്പയ്ക്ക മിൽക്ക് ഷേക്ക് ആണ്. ക്ലീൻ ആക്കിയ 1 കപ്പ് ചാമ്പയ്ക്ക നമുക്കൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ ചാമ്പയ്ക്ക നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ചാമ്പയ്ക്ക ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഷുഗർ അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്തും നമുക്ക് ഈ ഒരു പ്രിപ്പറേഷൻ ചെയ്തെടുക്കാവുന്നതാണ്. ചാമ്പയ്ക്ക കുക്ക് ചെയ്തത് നന്നായിട്ടൊന്ന് ആറിയതിന് ശേഷം നമുക്കൊരു മിക്സിയിലേക്ക് മാറ്റാം. ഇതിൻ്റെ ഒപ്പം 1 കപ്പ് പാല് കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചാമ്പയ്ക്ക മിൽക്ക് ഷേക്ക് ഇവിടെ റെഡിയാണ്.
ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിച്ച 2 റെസിപ്പീസും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടമാകും. ഇപ്പോൾ ചാമ്പയ്ക്ക സീസണാണ്, അതുകൊണ്ട് തന്നെ ധാരാളം ചാമ്പയ്ക്ക കിട്ടുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമന്റ്സിൽ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് തനു. ബൈ.